മാഡം എന്ത് പറയോ എന്തോ, എനിക്ക് പേടിയാവുന്നു. അമ്മ ഒരു പ്രത്യേക പ്രകൃതമായോണ്ട് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാ എനിക്കും പേടി. അമ്മേ, ആ അമ്മ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിപ്പുണ്ട്. മീലി എൻ്റെ കൂടെ ഉണ്ട്. അമ്മ ഇപ്പൊ വരും. അമ്മേ, എന്താടാ? സ്പോട്ട് പേയ്മെന്റ് പ്രഭാവതിയുടെ രീതിയാണെന്ന് നിനക്കറിയത്തില്ലേ? മാഡം, മിഷനിൽ പാളിച്ച സംഭവിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ മനഃപൂർവ്വം അല്ല. പാളിച്ച് പറ്റരുത്. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് ഇപ്പൊ കിട്ടിയ അടിയുടെ പൊള്ളല് മനസ്സിൽ കിടക്കണം. ഇനി തെറ്റുപറ്റില്ല. ഇത് നിനക്കിരിക്കട്ടെ. നിത്യ തീർത്താൽ എന്റെ മകൻ നിന്റെ കഴുത്തിൽ പൂമാല ഇടുവെന്ന് കരുതിയിരുന്നവളല്ലേ നീ? ദേവികയുടെ തല്ലും വാങ്ങി തോറ്റു വന്ന നിനക്ക് തൽക്കാലം പ്രഭാവതിയുടെ തലയിലിരുന്ന ഈ വാടിയ പൂമാല മതി. ഇവക്ക് പകരം ഞാനായിരുന്നെങ്കിൽ വായ മുടടി. നീയായിരുന്നെങ്കിൽ അങ്ങ് ഹരിച്ചേനെ. എവിടെ തൽക്കാലം എവിടെ നാട്ടിലേക്ക് പോട്ടെ. നിലവിൽ പോലീസ് കേസൊന്നും ഇല്ലെങ്കിലും ഏജൻസിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അവിടെ വീട്ടിലാർക്കും നമ്മളെ സംശയമൊന്നുമില്ലല്ലോ. അമ്മയും മുത്തശ്ശിയും നമ്മുടെ പക്ഷത്താ. മിലി പറഞ്ഞ കഥയിലാണ് അവർക്ക് വിശ്വാസം. നിത്യയെ തീർക്കാൻ മിലിക്ക് കൊട്ടേഷൻ നൽകിയത് സിദ്ധാർത്ഥനും ദേവികയും ചേർന്നാണ്. അത് തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ശരത്തെ, ഇനി വളരെ സൂക്ഷിച്ചു വേണം. ദേവികയുടെ ക്യാമറ പരിപാടി ഇനിയൊന്നും നടക്കത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. കാര്യം പെട്ടെന്ന് നടക്കുകയും വേണം. യുദ്ധം നീളുന്നതനുസരിച്ച് ക്ഷീണവും പരാജയ സാധ്യതയും ഒരുപോലെ കൂടും. അറിയാം. ഇനി നിത്യയുടെ കാര്യം നീ ഏറ്റെടുത്താൽ മതി. അവളുടെ ഉയരെടുക്കാൻ സബ് കോൺട്രാക്ട് കൊടുക്കണ്ട. മനസ്സിലായോ?